എല്ലാവർക്കും നമസ്കാരം. റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ഡിസ്കഷനാണ് നടക്കുന്നത്. അതിലെ മൊഡ്യൂൾ 1 അബ്കാരി ആക്റ്റാണ്. അബ്കാരി ആക്ടിൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതിൽ നമ്മൾ പാർട്ട് 1 ജൂറിസ്ഡിക്ഷനുകളും അതുപോലെ തന്നെ ആൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്മിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ എന്നീ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്തു. ദെൻ പാർട്ട് 2 നമ്മൾ ടൈപ്സ് ഓഫ് ലിക്വർ നോക്കി, ഡെഫിനിഷൻ, ലീഗൽ ടേംസ്, അതുപോലെ തന്നെ അബ്കാരി റവന്യൂ, ബ്ലെൻഡിങ്, ബോണ്ടഡ് വെയർ ഹൗസുകൾ, ടോഡി, കോമ്പൗണ്ടിങ്, സ്പിരിറ്റ്, ബിയർ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, ഇന്ത്യൻ മെയ്ഡ് ഇന്ത്യൻ ലിക്വർ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ ഒന്നുകൂടി കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇന്ന് സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് നോക്കാം. അബ്കാരി ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ 8-ൽ 1 സെക്ഷൻ 8-ൽ 1 പറയുന്നത് അനുമതി കൂടാതെയുള്ള ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിതരണം, കുപ്പിയിലാക്കി വിൽപ്പന എന്നിവ നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 8-ൽ 1. ചാരായ നിരോധനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. അനുമതി കൂടാതെയുള്ള ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിതരണം, കുപ്പിയിലാക്കി വിൽപ്പന എന്നിവ നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 8-ൽ 1. സെക്ഷൻ 8-ൽ 2 സെക്ഷൻ 8-ൽ 1 നിബന്ധനകൾ ലംഘിച്ചാൽ ഉള്ള ശിക്ഷയാണ് 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്നതാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് സെക്ഷൻ 8-ൽ 2 എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ 8-ൽ 1 തെറ്റിക്കുകയാണെങ്കിൽ സെക്ഷൻ 8-ൽ 2 പ്രകാരം നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ കുറയാത്ത പിഴയുമാണ്. ദെൻ സെക്ഷൻ 12C പറയുന്നത് ഒരു വ്യക്തിയും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലേബൽ അല്ലെങ്കിൽ സുരക്ഷാ സ്റ്റിക്കർ വ്യാജമായി നിർമ്മിക്കുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന സെക്ഷൻ 12C. സെക്ഷൻ 12C പ്രകാരം ഒരു വ്യക്തിയും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലേബൽ അല്ലെങ്കിൽ സുരക്ഷാ സ്റ്റിക്കർ വ്യാജമായി നിർമ്മിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നതാണ്. ദെൻ അതിനുള്ള ശിക്ഷ 5 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ്. സെക്ഷൻ 55C പ്രകാരമാണ് ഈ സെക്ഷൻ 12C തെറ്റിക്കുകയാണെങ്കിൽ ശിക്ഷ ലഭിക്കുന്നത്. സെക്ഷൻ 55C പ്രകാരമാണ്. അതും ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ദെൻ സെക്ഷൻ 13 സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വെക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ്. സെക്ഷൻ 13 പറയുന്നത് സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വെക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. ദെൻ അതിലധികം കൈവശം വെക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ്. സെക്ഷൻ 63 പ്രകാരമാണ്. ബെയിലബിൾ ഒഫൻസ് ആണ്. ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കുന്നത്, മറ്റേത് ജാമ്യം ലഭിക്കാത്തതാണ്. ദെൻ സെക്ഷൻ 13-ൽ 1 സ്വന്തം ആവശ്യത്തിന് വേണ്ടി മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള ലൈസൻസിന് ഫീസ് ഈടാക്കുവാൻ പാടുള്ളതല്ല. സെക്ഷൻ 13-ൽ 1 പറയുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വയ്ക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള ലൈസൻസിന് ഫീസ് ഈടാക്കുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 13-ൽ 1. ദെൻ സെക്ഷൻ 13-ൽ 2 വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 13-ൽ 2. വിദേശ മദ്യം കൈവശം വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 13-ൽ 2. ദെൻ സെക്ഷൻ 13A പറയുന്നത് മദ്യമോ മയക്കുമരുന്നോ കൈവശം വെക്കുന്നത് നിരോധിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 13A. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ചോദ്യം ചോദിക്കാം. സെക്ഷൻ 8(1) പ്രകാരം ചാരായ നിർമ്മാണം തടയാൻ സർക്കാരിന് അവകാശം ലഭിച്ച സെക്ഷൻ ഏതാണ്, അല്ലെങ്കിൽ അധികാരം ലഭിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 13-ൽ A ആണ്. മദ്യമോ മയക്കുമരുന്നോ കൈവശം വെക്കുന്നത് നിരോധിക്കുന്നതിനുള്ള സർക്കാരിനെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 13-ൽ A. ദെൻ സർക്കാർ വിജ്ഞാപനം വഴി സംസ്ഥാനത്തൊട്ടാകെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക പ്രദേശത്ത് ഏതെങ്കിലും വ്യക്തികളോ മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വെക്കുന്നത് പൂർണ്ണമായോ അല്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായോ നിരോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. സർക്കാർ വിജ്ഞാപനം വഴി സംസ്ഥാനത്തൊട്ടാകെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക പ്രദേശത്ത് ഏതെങ്കിലും വ്യക്തികളോ മദ്യമോ ലഹരി മരുന്നുകളോ കൈവശം വെക്കുന്നത് പൂർണ്ണമായോ അല്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായോ നിരോധിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. ദെൻ സെക്ഷൻ 15 ലൈസൻസ് ഇല്ലാതെ കള്ള് ഒഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15. സെക്ഷൻ 15 ലൈസൻസ് ഇല്ലാതെ കള്ള് ഒഴികെയുള്ള മദ്യമോ ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 15.
ദെൻ കള്ള് ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാനോ വിൽക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് അത് വിൽക്കാവുന്നതുമാണ്. ഒരു വ്യക്തി തൻ്റെ സ്വകാര്യ ആവശ്യത്തിനായി നിയമപരമായി വാങ്ങിയ വിദേശ മദ്യം വിൽക്കുന്നതിന് ഈ വകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വ്യക്തി തൻ്റെ സ്വകാര്യ ആവശ്യത്തിനായി നിയമപരമായി വാങ്ങിയ വിദേശ മദ്യം വിൽക്കുന്നതിന് ഈ വകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമല്ല. ദെൻ സെക്ഷൻ 15 പറയുന്നത് 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15 സെക്ഷൻ 15 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15 ദെൻ അതിനുള്ള ശിക്ഷ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ് 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 63 പ്രകാരമാണ്, അതൊരു ബെയിലബിൾ ഒഫൻസ് ആണ്. ദെൻ സെക്ഷൻ 15B 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 15B. 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 15B. ശിക്ഷ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ് 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽറ്റാൽ ഉള്ള ശിക്ഷയാണ് 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സെക്ഷൻ 63 പ്രകാരം ബെയിലബിൾ ഒഫൻസ് ആണ്. ദെൻ സെക്ഷൻ 15C പറയുന്നത് പൊതുസ്ഥലത്ത് മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15C. ശിക്ഷ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ്. സെക്ഷൻ 63 പ്രകാരം തന്നെയാണ്, അതും ബെയിലബിൾ ഒഫൻസ് ആണ്. ദെൻ സെക്ഷൻ 55 മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃത ഇറക്കുമതി, കയറ്റുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 55 മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃത ഇറക്കുമതി, കയറ്റുമതി, നിർമ്മാണം എന്നിവ പ്രതിപാദിക്കുന്ന സെക്ഷൻ 55. സെക്ഷൻ 55 നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യം, ലഹരി മരുന്ന് ഇവയുടെ ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, ട്രാൻസിറ്റ്, കൈവശം വയ്ക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 55 നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യം, ലഹരി മരുന്ന് ഇവയുടെ ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, ട്രാൻസിറ്റ്, കൈവശം വയ്ക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55 അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് സെക്ഷൻ 55 പ്രകാരം. ദെൻ സെക്ഷൻ 55B നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55B പറയുന്നത്. നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 55B. ദെൻ അതിനുള്ള ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ്. സെക്ഷൻ 55 പ്രകാരം നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ദെൻ സെക്ഷൻ 55F അബ്കാരി നിയമത്തിന് വിരുദ്ധമായി മദ്യം നിർമ്മിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറി, ബ്രൂവറി, വൈനറി അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55F. അബ്കാരി നിയമത്തിന് വിരുദ്ധമായി മദ്യം നിർമ്മിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറി, ബ്രൂവറി, വൈനറി അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55F. ദെൻ അതിനുള്ള ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ്. സെക്ഷൻ 55F നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ദെൻ സെക്ഷൻ 55G അബ്കാരി നിയമത്തിന് വിരുദ്ധമായി കള്ള് അല്ലെങ്കിൽ ലഹരി മരുന്ന് ഒഴികെയുള്ള മറ്റ് മദ്യം നിർമ്മിക്കുന്നതിനായി പാത്രങ്ങൾ, മറ്റ് വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉപകരണങ്ങൾ സൂക്ഷിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55G. അബ്കാരി നിയമത്തിന് വിരുദ്ധമായി കള്ള് അല്ലെങ്കിൽ ലഹരി മരുന്ന് ഒഴികെയുള്ള മറ്റ് മദ്യം നിർമ്മിക്കുന്നതിനായി പാത്രങ്ങൾ, മറ്റ് വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉപകരണങ്ങൾ സൂക്ഷിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 55G. ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ്. സെക്ഷൻ 55 പ്രകാരമാണ്, നോൺ ബെയിലബിൾ ഒഫൻസ് തന്നെയാണ്. ദെൻ സെക്ഷൻ 55H ആണ് നിയമത്തിന് വിരുദ്ധമായിട്ട് മദ്യം വിൽക്കാൻ ഉദ്ദേശിച്ച് കുപ്പികളിലാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55H. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ്. നിയമത്തിന് വിരുദ്ധമായി മദ്യം വിറ്റാൽ കിട്ടുന്ന ശിക്ഷ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് സെക്ഷൻ 55 പ്രകാരം. ദെൻ സെക്ഷൻ 55I അബ്കാരി നിയമം ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നോ വിൽക്കുകയോ വിൽക്കാനായി സൂക്ഷിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55I. അബ്കാരി നിയമം ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നോ വിൽക്കുകയോ വിൽക്കാനായി സൂക്ഷിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55I.
ഇനി അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ശിക്ഷ 10 വർഷം വരെ തടവും 1,00,000 രൂപയിൽ കുറയാത്ത പിഴയുമാണ്. സെക്ഷൻ 55(1) പ്രകാരം നോൺ ബെയിലബിൾ ഒഫൻസ് തന്നെയാണ്. ദെൻ സെക്ഷൻ 55G മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കൈവശം വയ്ക്കാനോ വിൽക്കാനോ കടത്താനോ ഉള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 55G പ്രകാരമാണ് പറയുന്നത്. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കൈവശം വയ്ക്കാനോ വിൽക്കാനോ കടത്താനോ ഉള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55G. 1,00,000 രൂപ വരെ പിഴയോ 3 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയോ വരെ ലഭിക്കാം. ദെൻ സെക്ഷൻ 55H പ്രകാരം മദ്യമോ ലഹരി മരുന്നോ ഉപയോഗിക്കുന്നതിലേക്ക് നിയമപരമല്ലാത്ത പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 55H. നിയമപരമല്ലാതെ മദ്യമോ ലഹരി മരുന്നോ ഉപയോഗിക്കുന്നതിലേക്ക് പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷയാണ് സെക്ഷൻ 55H. ശിക്ഷ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 25,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. അങ്ങനെ നിയമപരമല്ലാതെ പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 25,000 രൂപ വരെ പിഴയോ, 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 25,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം. ബെയിലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 55 I പറയുന്നത് സെക്ഷൻ 55I നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ സെക്ഷൻ 55I പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊക്കെ സെക്ഷൻ 55 സ്മോൾ I ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്ഷൻ 55 ക്യാപിറ്റൽ I ആണ്. സെക്ഷൻ 55G, സെക്ഷൻ 55H ഒക്കെ ക്യാപിറ്റൽ I, ക്യാപിറ്റൽ G, ക്യാപിറ്റൽ H തുടങ്ങിയതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്മോൾ ജിയും സ്മോൾ എച്ചും സ്മോൾ ഐയും ആണ്. അവിടെയൊക്കെ 10 വർഷത്തിന് കൂടാത്ത 10 വർഷം വരെ തടവൊക്കെയാണ് നമുക്ക് അവിടെ ലഭിക്കാവുന്നത്. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ സെക്ഷനുകളിൽ നമുക്ക് 6 മാസം വരെ തടവും 1,00,000 രൂപ അല്ലെങ്കിൽ 3,00,000 രൂപ ഒക്കെ പിഴയുമാണ്, ചെറിയ പിഴകളൊക്കെയാണ് പറയുന്നത്. ബെയിലബിൾ ഒഫൻസുകളുടെ കാര്യമാണ്, മറ്റേതൊക്കെ നോൺ ബെയിലബിൾ ആണ്. ദെൻ ഇപ്പോൾ നമുക്ക് പറയാം സെക്ഷൻ 55 ക്യാപിറ്റലായി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ നിയമപരമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55 I, ക്യാപിറ്റൽ I ആണ്. നിയമപരമായി മുന്നറിയിപ്പ് സിനിമകളിൽ പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ്. ശിക്ഷ 6 മാസം വരെ ആകാവുന്ന വെറും തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആവാം. ബെയിലബിൾ ഒഫൻസ് ആണ്. ദെൻ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് സ്ക്രീനിൽ 1/10 ഭാഗത്ത് സ്ക്രീനിൽ വ്യക്തമായി പ്രദർശിപ്പിച്ചിരിക്കണം. 1/10 ആണ് അതിൻ്റെ മീറ്റർ ഉള്ളത്. അത്രയും നമ്മൾ കാണാൻ പാകത്തിന് തന്നെ അത് പ്രദർശിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ സെക്ഷൻ 56 കടക്കാം. സെക്ഷൻ 56 പറയുന്നത് എന്താണ്? ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 56. ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ 56. ലൈസൻസി എന്നാൽ ഈ നിയമത്തിന് കീഴിൽ അനുവദിച്ച ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് കൈവശം ഉള്ളയാളെയാണ് ലൈസൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരം ഉടമയുടെ ജീവനക്കാരനോ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളിനെയും നമ്മൾ ലൈസൻസി എന്ന് തന്നെയാണ് പറയുന്നത്. ലൈസൻസികളുടെ തെറ്റായ പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 56 ഉപവകുപ്പുകൾ. സെക്ഷൻ 56 A പറയുന്നത് ഏതെങ്കിലും അബ്കാരി ഉദ്യോഗസ്ഥനോ മറ്റേതെങ്കിലും അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ലൈസൻസ് ആവശ്യപ്പെടുമ്പോൾ അത് നൽകാതിരിക്കുന്നത് തെറ്റായ പെരുമാറ്റമാണ്. ഏതെങ്കിലും അബ്കാരി ഉദ്യോഗസ്ഥനോ മറ്റേതെങ്കിലും അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ലൈസൻസ് ആവശ്യപ്പെടുമ്പോൾ അത് നൽകാതിരിക്കുന്നത് സെക്ഷൻ 56 A പ്രകാരം തെറ്റായ പെരുമാറ്റമാണ്. സെക്ഷൻ 56 B ലൈസൻസിൻ്റെയോ പെർമിറ്റിൻ്റെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ മനഃപൂർവ്വം ലംഘിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. സെക്ഷൻ 56 B എന്ന് പറയുന്നത് ലൈസൻസിൻ്റെയോ പെർമിറ്റിൻ്റെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ മനഃപൂർവ്വം ലംഘിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക എന്നത് ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റത്തിൽ പെടുന്നതാണ്. ദെൻ സെക്ഷൻ 56 D പറയുന്നത് കലാകായിക മേളകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ മദ്യമോ ലഹരി മരുന്നോ വിൽക്കുന്നത് തെറ്റായ പ്രവണതയാണ് അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റമാണ്. സെക്ഷൻ 56 D കലാകായിക മേളകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ മദ്യമോ ലഹരി മരുന്നോ വിൽക്കുക. ദെൻ സെക്ഷൻ 56 E മദ്യമോ ലഹരി മരുന്നോ വിൽക്കുന്നതോ നിർമ്മിക്കുന്നതോ ആയ ഏതെങ്കിലും സ്ഥലത്ത് കുപ്രസിദ്ധ കുറ്റവാളികളുമായി ബന്ധം സ്ഥാപിക്കുകയും അവരെ എവിടെയെങ്കിലും താമസിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. സെക്ഷൻ 56 E പ്രകാരം ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റമാണ് മദ്യമോ ലഹരി മരുന്നോ വിൽക്കുന്നതോ നിർമ്മിക്കുന്നതോ ആയ ഏതെങ്കിലും സ്ഥലത്ത് കുപ്രസിദ്ധ കുറ്റവാളികളുമായി ബന്ധം സ്ഥാപിക്കുകയും അവരെ എവിടെയെങ്കിലും താമസിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നത്. ദെൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ, അതായത് ലൈസൻസിയുടെ തെറ്റായ
പെരുമാറ്റത്തിനുള്ള ശിക്ഷ 6 മാസം വരെ ആകാവുന്ന തടവ് ശിക്ഷയോ 25,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. സെക്ഷൻ 56 പ്രകാരം. സെക്ഷൻ 56 ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കുവാനും അധികാരമുള്ള വ്യക്തികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 56 എന്താണ്? ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കുവാനും അധികാരമുള്ള വ്യക്തികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ 56 ഈ വകുപ്പ് പ്രകാരം രസതന്ത്രജ്ഞൻ, മരുന്ന് കച്ചവടക്കാരൻ, വൈദ്യൻ, വൈദ്യശാലയോ ഡിസ്പെൻസറിയോ നടത്തുന്ന വ്യക്തികൾ എന്നിവർക്ക് നിയന്ത്രണ വിധേയമായി ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ വകുപ്പ് പ്രകാരം സെക്ഷൻ 56 പ്രകാരം രസതന്ത്രജ്ഞൻ, മരുന്ന് കച്ചവടക്കാരൻ, വൈദ്യൻ, വൈദ്യശാലയോ ഡിസ്പെൻസറിയോ നടത്തുന്ന വ്യക്തികൾ എന്നിവർക്ക് നിയന്ത്രണ വിധേയമായി ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. സെക്ഷൻ 56 സെക്ഷൻ 56 പറയുന്നത് മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 56 മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ 5,000 രൂപ വരെ പിഴയാണ് ലഭിക്കുന്ന ശിക്ഷ. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 56 സെക്ഷൻ 58 നോക്കാം. അനധികൃതമായി നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വെക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 58. അനധികൃതമായി നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വെക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 58. അങ്ങനെ അനധികൃതമായി നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വെക്കുന്നതിന് ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1,00,000 രൂപയിൽ കുറയാത്ത പിഴയുമാണ്. അതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. 5 കൊല്ലത്തിന് മുകളിലുള്ള എല്ലാതും നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് വരുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക. നോൺ ബെയിലബിൾ ആണോ ബെയിലബിൾ ആണോ എന്ന് ചോദിക്കും നമുക്ക്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തരും, അനധികൃതമായി നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വെച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്ത് എന്ന് ചോദിച്ചിട്ട് ബെയിലബിൾ ഒഫൻസ്, നോൺ ബെയിലബിൾ ഒഫൻസ് രണ്ടും കൂടി ഏതും ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ 58 പ്രകാരം നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് നമുക്ക് ലഭിക്കാവുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ശിക്ഷകളെ കുറിച്ചിട്ടാണ് സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസും അതുപോലെ തന്നെ ആ ക്രൈംസ് നടത്തിക്കഴിഞ്ഞാൽ അബ്കാരി നിയമപ്രകാരമുള്ള ക്രൈംസ് നടത്തിക്കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതായത് 10 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും ഒക്കെയാണ് ഏറെക്കുറെ എല്ലാത്തിലും. നോൺ ബെയിലബിൾ ആയിട്ടുള്ള എല്ലാത്തിലും ഏറെക്കുറെ അങ്ങനെയാണ്. മറ്റേ കാര്യങ്ങളിൽ ചിലപ്പോൾ 1 വർഷം വരെ തടവാവാം, 6 മാസം വരെ തടവാവാം, 5,000 രൂപ വരെ പിഴയാവാം, 25,000 രൂപ വരെ പിഴയാവാം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. നോട്ടുകൾ ഉണ്ടാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.